പാലക്കുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഞാൻ മുമ്പ് പലതവണ വന്നിട്ടുണ്ട് ഇവിടെ. ഈ ക്ഷേത്രത്തിൽ ഇന്ന് സവിശേഷമായ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് പങ്കെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ഈ സവിശേഷ ചടങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി EP ശാരദ അവർ, ചെയർമാൻ ക്ഷേത്രം ട്രസ്റ്റി ബോർഡ്, റിപ്പോർട്ട് സമർപ്പിക്കുന്ന VP രമേശൻ മാസ്റ്റർ, സ്വാഗത പ്രസംഗം നടത്തിയിട്ടുള്ള ക്ഷേത്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ MB വിജയകുമാർ, ആശംസാ പ്രസംഗം നടത്താൻ വേദിയിലെത്തിയിട്ടുള്ള മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാസർഗോഡ് ഡിവിഷൻ മെമ്പർ ശ്രീ PV സതീഷ് കുമാർ, ഈ ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അനീഷ്, നന്ദി പറയാൻ തയ്യാറായ ശ്രീ സുരേഷ്, എല്ലാറ്റിനും ഉപരി ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പേ നമ്മുടെ രാജ്യത്തിൻ്റെ, ഭാരതത്തിലെ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതികളിൽ ഒന്നായിട്ടുള്ള പത്മശ്രീ ബഹുമതി നേടിയിട്ടുള്ള നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഭക്തനും പരിസരവാസിയും തെയ്യം കലാരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഈ തളിപ്പറമ്പിൻ്റെ പേരും പെരുമയും വിവിധ ദേശങ്ങളിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ള ആദരണീയനായ ശ്രീ പത്മശ്രീ നാരായണ പെരുവണ്ണാൻ അവർ, അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ സവിശേഷ ചടങ്ങിന് ആദ്യം അലങ്കാര ദീപങ്ങൾ സമർപ്പിക്കുകയും തെളിയിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ KK കരുണാകരൻ നമ്പ്യാർ അവർ, മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പാലക്കുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു ക്ഷേത്രമാണ്. ഉപദേവതമാരുടെ ക്ഷേത്രങ്ങളുടെ ബാഹുല്യമില്ലാതെ, അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ വമ്പിച്ച ശബ്ദകോലാഹലങ്ങളില്ലാതെ തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത് പോലെ ചെറിയൊരു ക്ഷേത്രം, അത് ചിരപുരാതനമായിട്ടൊരു ക്ഷേത്രമാണ്. ഏത് കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന് രൂപം നൽകിയെന്നോ ആരായിരുന്നു ഇതിൻ്റെ പ്രതിഷ്ഠ നടത്തിയെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കുഞ്ഞു ക്ഷേത്രം, ആ അമ്പലത്തിൽ വരുന്നത് ചെറിയൊരാൾക്കൂട്ടം. അപ്പോൾ ഒരു ക്ഷേത്രത്തിലുണ്ടാകുന്ന എല്ലാ പരാധീനതകളും ഈ ഭക്തജനങ്ങളുടെ ആൾക്കൂട്ടം മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനുള്ള പദ്ധതികൾ സ്വയം ആവിഷ്കരിക്കുകയും അങ്ങനെ ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി പൂർത്തിയാക്കുകയും ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇവിടുത്തെ മാതൃസമിതിയും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയുമെല്ലാം ഇന്ന് മറ്റൊരു കാര്യത്തിനാണ് ഇന്ന് ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചത്. നേരത്തെ വന്നത് ഊട്ടുപുരയുടെ ഉദ്ഘാടനത്തിന് ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ ഏതോ മറ്റൊരു അവസരത്തിലും ഞാനിവിടെ വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പരാധീനത കണ്ട് മനസ്സിലാക്കി മഴക്കാലത്ത് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് മഴ കൊള്ളാതെ ഭഗവാനെ വണങ്ങാനും പ്രാർത്ഥന നടത്താനും
സാധിക്കുമായിരുന്നില്ല. അപ്പം നനഞ്ഞൊലിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രാർത്ഥനയാണുള്ളത്. എത്രയും പെട്ടെന്ന് നമുക്കിവിടെ ഒരു നടപ്പന്തൽ ആവശ്യം. വെയിലും മഴയും കൊള്ളാതെ ഭഗവാനെ വണങ്ങാനും പ്രാർത്ഥന നടത്താനുമുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാവണം. അത്തരത്തിലുള്ളൊരു സാഹചര്യം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉണ്ടാക്കി. അതേപോലെ തന്നെ ദേവചിന്തയിൽ കണ്ട മറ്റൊരു കാര്യം, നവഗ്രഹങ്ങൾ, ആ നവഗ്രഹ ദേവന്മാരുടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അതിൻ്റെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. അപ്പോൾ ഇനി നമ്മുടെ ആവശ്യം, നേരത്തെ മാതൃസമിതിയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ, ഈ ചുറ്റമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനം, അതുമാത്രമല്ല ഒരു സരസ്വതി സാന്നിധ്യം ഈ അമ്പലത്തിലുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സരസ്വതി മണ്ഡപം നമുക്കിവിടെ അനിവാര്യമാണ്. അപ്പോൾ വിദ്യാരംഭത്തിനും അതേപോലെ തന്നെ കുട്ടികളുടെ അരങ്ങേറ്റത്തിനും പരിപാടികൾ പഠിച്ചുകൊണ്ട്, വിദ്യ പഠിച്ചുകൊണ്ട് അവരുടെ അരങ്ങേറ്റം നടത്താനും ഒക്കെ സാധിക്കുന്ന ഒരു നവരാത്രി മണ്ഡപം ഈ അമ്പലത്തിന് ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ മനസ്സിലുണ്ട്. അത് അടുത്ത ലക്ഷ്യം നമുക്ക് ആ നവരാത്രി മണ്ഡപത്തിൻ്റെതാണ്. നല്ലൊരു സ്ഥാനത്ത് നവരാത്രി മണ്ഡപം സ്ഥാപിച്ചുകൊണ്ട് ആ പ്രവർത്തനം കൂടി പൂർത്തീകരിച്ചാൽ, ചുറ്റമ്പലത്തിൻ്റെ നവീകരണ പ്രവർത്തനം കൂടി പൂർത്തീകരിച്ചാൽ ഇതൊരു പുതുപുത്തൻ അമ്പലമായി മാറും. ഈ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൽ വിരാജിക്കുന്ന സാക്ഷാൽ അയ്യപ്പ ഭഗവാൻ പൂർവാധികം ശോഭയോടുകൂടി, പൂർവാധികം തേജസ്സോടുകൂടി നമ്മളെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേരും. അതോടൊപ്പം നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പരിസരവാസികൾക്കെല്ലാം തന്നെ ശാന്തിയും സമാധാനവും അതുപോലെ തന്നെ സമ്പത്തുമെല്ലാം ഐശ്വര്യം പ്രദാനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതെല്ലാം ഒത്തിണങ്ങിയ ഒരു അമ്പലമാണിത്. ചെറുതാണ്, മനോഹരം, ആഡംബര ഗോപുരങ്ങളില്ല. അതേപോലെ തന്നെ മറ്റ് ഈ ഇതില്ലേ വലിയ വലിയ കവാടങ്ങൾ, ഇതൊന്നുമില്ലാത്ത ഒരു കൊച്ചമ്പലം, ഒരു ഒതുങ്ങിയ അമ്പലം. ആ അമ്പലത്തിനുള്ളിൽ ഇരിക്കുന്ന ഭഗവാൻ സർവൈശ്വര്യദായകനായ സാക്ഷാൽ ധർമ്മശാസ്താവാണ്. ആ ധർമ്മശാസ്താവിനെ ഭജിക്കുന്ന സമയത്ത്, അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന അവാച്യമായിട്ടുള്ളൊരു അനുഭൂതി, ആ അനുഭൂതി വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നല്ല ഒരു ഭാവിയിലുള്ള ദിവസങ്ങൾ, നാളുകൾ നല്ലതായി മാറട്ടെ. നമ്മുടെ ഈ മഹത്തായ ക്ഷേത്രത്തിൻ്റെ സംസ്കാരം നമ്മുടെ വരുന്ന തലമുറകൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ഈ അമ്പലത്തെ മുന്നോട്ട് നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ സമയത്ത് എനിക്കുള്ളത്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മിറ്റിക്കാരെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായിട്ടാണ് പ്രവർത്തനം നടത്തിയത്. അപ്പോൾ ഒരു ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് ക്ഷേത്രത്തിന് പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. അതിൻ്റെ ഭൗതികമായിട്ടുള്ള സംഗതിയല്ല ഞാൻ പറയുന്നത്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് ദൈവത്തിൻ്റെതാണോ ആ ദൈവം ഒരു പ്രധാന ഘടകമാണ്. രണ്ടാമത്തത്, ആ ദൈവത്തിനെ കാണാനും വണങ്ങാനും തങ്ങളുടെ പ്രയാസങ്ങൾ
അവതരിപ്പിക്കാനും വേണ്ടി നാടിൻ്റെ നാനാദിക്കിൽ നിന്ന് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ. അപ്പോൾ ദൈവവും ഭക്തജനങ്ങളും ഇത് രണ്ടാണ് പ്രധാനം. ജീവനക്കാർക്ക് 3-ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകം അല്ല ജീവനക്കാർ. എന്നാൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ ആ ജീവനക്കാർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തന്മാരോട് ഇവിടെ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് ഇവിടെ എൻ്റെ മുമ്പിൽ ഒരു കംപ്ലൈൻറ്റ് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് വന്നിട്ടില്ല. എന്നാൽ ജീവനക്കാർ വരുന്ന ഭക്തന്മാരോട് പെരുമാറേണ്ട കാര്യത്തിൽ മാതൃകാപരമായ ചില കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ വരുന്ന ഭക്തന്മാർ എന്ന് പറയുന്നത് ഭഗവാന്റെ അതിഥികളാണ്. ഭഗവാനെ കാണാനും ഭഗവാനെ ദർശിക്കാനും അനുഗ്രഹം വാങ്ങാനും വരുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ഭക്തർ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് അവരോട് സ്നേഹപൂർവ്വം പെരുമാറുക, അവരെ ആദരപൂർവ്വം സ്വീകരിക്കുക. എന്താണ് നമ്മളെ പൂർവികന്മാർ പണ്ട് പറഞ്ഞിട്ടുള്ളത്? അതിഥികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടില്ലേ? അതിഥി ദേവോ ഭവ എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന അതിഥികൾ, അമ്പലത്തിലേക്ക് വരുന്ന ഭക്തന്മാർ അതിഥികളാണ്. ആ അതിഥികളെ ദേവതുല്യം കാണണമെന്നും ഇവിടുത്തെ ഈശ്വരൻ കഴിഞ്ഞാൽ, ഭഗവാൻ കഴിഞ്ഞാൽ പിന്നത്തെ ഈശ്വരൻ ആരാണ്? അതിഥിയാണ്. ആ അതിഥികളോട് സ്നേഹത്തോടു കൂടി പെരുമാറുകയും അവരുടെ സംശയങ്ങളെ ദൂരീകരിച്ചു കൊടുക്കുകയും അവരുടെ മനസ്സ് നിറച്ചുകൊണ്ട് അവരെ തിരിച്ചയക്കാനും വീണ്ടും ഈ അമ്പലത്തിലേക്ക് അവർക്ക് വരാനുമുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ടവർ നമ്മുടെ ജീവനക്കാരാണ്. പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയ അമ്പലങ്ങളിൽ, ധാരാളം ആളുകൾ വരുന്ന അമ്പലങ്ങളിൽ നിർബന്ധിച്ച് ക്യൂവിൽ നിൽപ്പിക്കുകയും ക്യൂവിൽ നിന്ന് അല്പം മാറുന്ന ആളെയൊക്കെ ശാരീരികമായിട്ട് വരെ ഉപദ്രവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഗുരുവായൂർ കുട്ടികളിലും പോയാൽ നിങ്ങൾക്കത് കാണാം. അപ്പോൾ അത് ഭക്തന്മാരോടത് പാടില്ല. ഭക്തൻ അതിഥിയാണ്. ആ ഒരു സങ്കല്പത്തിൽ പിന്നെ ഈ ക്ഷേത്രം എന്നുള്ളത് ഇവിടുത്തെ നിറവിളക്കാണ്. ഈ പ്രദേശത്തിന് എല്ലാ തരത്തിലുള്ള വെളിച്ചവും കൊടുക്കേണ്ട ഒരിടമാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ എല്ലാം ഉണ്ടായത് ക്ഷേത്രങ്ങളിലാണ്. നമ്മുടെ സംസ്കാരം, നമ്മുടെ കലകൾ, അതേപോലെ തന്നെ നമ്മുടെ എന്തെല്ലാം നമുക്ക് വിദ്യ രൂപത്തിൽ കിട്ടുന്നുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത് ക്ഷേത്രങ്ങളിലാണ്. അപ്പോൾ ഒരു സർവകലാശാലയാണ് ക്ഷേത്രം. ലോകത്തിലെ ആദ്യത്തെ ഈ സർവകലാശാലയുടെ ചാൻസലർ ശരിക്കും പറഞ്ഞാൽ സാക്ഷാൽ പരമേശ്വരനുമാണ്. അതിലെ നൃത്തകലയുടെ ആചാര്യനായ നടരാജൻ. ഈ നടരാജനായാലും മറ്റ് ഏത് കലകളുടെ ആളായാലും എല്ലാ കലകളുടെയും അദ്ദേഹത്തിൻ്റെ ആണ്. അദ്ദേഹമാണ് ഗുരു. അപ്പോൾ ബാക്കിയെല്ലാം പിന്നീട് വരുന്നതാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സർവ്വകലകളുടെയും ഉത്ഭവസ്ഥാനമായിട്ടുള്ള ക്ഷേത്രങ്ങൾ അന്യൂനമായി നിലനിർത്തേണ്ടത് നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്കാരം നിലനിർത്താൻ, ശാന്തിയും സമാധാനവും നിലനിർത്താൻ, എല്ലാവരും പരസ്പര സാഹോദര്യത്തോടുകൂടി എല്ലാം ഒന്നാണ്. ഈ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും സാക്ഷാൽ ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. വസുദൈവ കുടുംബകം എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു ഭാവനയോടുകൂടി ക്ഷേത്രത്തിൽ വരുന്നവർ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ക്ഷേത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതാണ് ഇവിടുത്തെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. പണ്ഡിതന്മാർ പറയുന്നത് തകർന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കലാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമായിട്ടുള്ളൊരു കാര്യം.
പുതിയൊരു ക്ഷേത്രം നിർമ്മിക്കലല്ല, നാശോന്മുഖമായൊരു ക്ഷേത്രം സമുദ്ധരിക്കലാണ് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചെയ്യാനുള്ള താല്പര്യം നിങ്ങളിൽ ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള അന്തരീക്ഷം ഉണ്ടാവണം. അങ്ങനെ ഈ ക്ഷേത്ര കമ്മിറ്റികളും ഉത്സവ കമ്മിറ്റിയും അതുപോലെ തന്നെ നാട്ടുകാരെയും എല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഇനിയും കുറേ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ മഴ കൊള്ളാതെ നമുക്കിവിടെ ഇരുന്ന് ഭഗവാന്റെ മുമ്പിൽ തിരുമുമ്പിൽ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. പരിപാടി കഴിഞ്ഞാൽ ഇവിടെ ഈ മാതൃസമിതിൻ്റെ കലാപരിപാടികളുണ്ട്. ഇനി മറ്റ് കാര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ സകല കാര്യങ്ങളും പൂർത്തിയാകും. അത് പൂർത്തിയാക്കാൻ കഴിവുള്ള ആളുകളാണ് നിങ്ങളിന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഒരു നല്ല പന്തൽ, നല്ല വെളിച്ചം, അതുപോലെ തന്നെ വായുപ്രവാഹം, നല്ല ഹൈറ്റിൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു പന്തൽ നിർമ്മിച്ച നിങ്ങളെ മലബാർ ദേവസ്വം ബോർഡിന് വേണ്ടി ഞാൻ സന്തോഷപൂർവ്വം ഹാർദമായി അഭിനന്ദിക്കുകയാണ്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നേതാക്കന്മാർ എന്നും സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സാക്ഷാൽ അയ്യപ്പ ഭഗവാന്റെ ധർമ്മശാസ്താവിൻ്റെ മുമ്പിൽ ഈ നടപ്പന്തൽ സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.